തൃശൂർ അതിരപ്പിള്ളിയിൽ മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെ മർദ്ദിച്ച കേസിൽ കുടുക്കിയ സംഭവത്തിൽ CI ഹെൻറിക്കിനെതിരെ അച്ചടക്ക നടപടി. തൃശൂർ റൂറൽ എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി മനോജ് ഉണ്ട്. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ CIക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. അതിരപ്പള്ളിയിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള റൂബിൻ ലാലിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു കാട്ടുപന്നിയെ വാഹനമിടിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ദൃശ്യം പകർത്തിയതിനാണ് ഇത്തരത്തിൽ പ്രതികാര നടപടി ഉണ്ടായത്. അതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നാലെ കോടതി ഈ റൂബിൻ ലാലിനെ റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ CI തന്നെ മർദ്ദിച്ചുവെന്നും ഈ സ്റ്റേഷനുള്ളിൽ തന്നെ വിവസ്ത്രനാക്കി നിർത്തിയെന്നുമൊക്കെ ഒരു പരാതി ഈ റൂബിൻ ലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഈ SP-യുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ നോർത്ത് സോൺ IG ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. CI ആയിട്ടുള്ള ഹെൻറിക്കിന്റെ നടപടി പോലീസ് സേനയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്നതാണെന്നാണ് ഇപ്പോൾ ഈ ഉത്തരവിലുള്ളത്. ഈ പോലീസ് ആക്ട് 15 പ്രകാരം ഈ അന്വേഷണത്തിനും അതോടൊപ്പം 15 ദിവസത്തിനകം ഹെൻറിക്കിനെതിരെ മെമ്മോ നൽകാനും നിർദ്ദേശമുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിനെതിരെ നടപടി ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത്തരത്തിൽ ഈ മാധ്യമപ്രവർത്തകനെ ബലമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നായിരുന്നു പരാതി. അതോടൊപ്പം തന്നെ മർദ്ദിച്ചുവെന്നും പരാതി ഉണ്ടായിരുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനംവകുപ്പിന്റെ വീഴ്ചകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. അതോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനും പരാതി നൽകി. തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. എന്തായാലും ദിവസങ്ങളായി തന്നെ ഇപ്പോൾ ഈ റൂബിൻ ലാൽ റിമാൻഡിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ CIക്കെതിരെ കൂടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ദൃശ്യ